നമസ്കാരം. മഹാഭാരജ്ഞിയായിട്ടുള്ള ശ്രീ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമം ആർക്കൊക്കെ ചൊല്ലാൻ സാധിക്കും? അത് അർച്ചന ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ, അത് ചെയ്താലുള്ള ഉപാസിച്ചാലുള്ള ഫലം എന്താണ്? ഇത് കൃത്യമായി തന്നെ രണ്ട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ലളിതാ സഹസ്രനാമത്തിൻ്റെ 3-ാം വിഭാഗത്തിൽ ഫലശ്രുതിയിൽ ഹയഗ്രീവ മഹർഷി ശിഷ്യനായിട്ടുള്ള അഗസ്ത്യമുനിയോട് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ദേവിയെ ഉപാസിക്കുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ സഹസ്രനാമം ചൊല്ലാം. അതേപോലെ തന്നെ അപ്രകാരം ചൊല്ലി ശ്രീചക്രത്തിൽ പൗർണമികളിൽ അർച്ചന ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഭുക്തിയും മുക്തിയും സർവ്വതും ലഭ്യമാകുന്നു, അവൻ ദേവീ സ്വരൂപം തന്നെയാകുന്നു എന്നുള്ള 3 കാര്യങ്ങൾ ഈ സഹസ്രനാമത്തിൻ്റെ 3-ാം വിഭാഗത്തിൽ ഫലശ്രുതിയിൽ ഹയഗ്രീവ മഹർഷി ശിഷ്യനായ അഗസ്ത്യനോട് പറയുന്നുണ്ട്. ഇതിലും സന്തോഷകരവും ആശ്വാസകരവുമായിട്ടുള്ളൊരു കാര്യം, ദേവി തന്നെ പൂർവ്വഭാഗത്ത് ഇത് പറയുന്നുണ്ട്. തൻ്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള അതീവ രഹസ്യങ്ങളായിട്ടുള്ള വിജ്ഞാനങ്ങൾ അടങ്ങുന്നതുമായിട്ടുള്ള ഒരു സ്തോത്രം, എൻ്റെ 1000 നാമങ്ങൾ അടങ്ങുന്ന ഒരു സ്തോത്രം രചിക്കുവാൻ അവരോട് പറയുകയാണ്. വശിന്യാദി വാഗ്ദേവതമാൾ ഇത് രചിക്കുകയും സഭയിൽ ഇത് ചൊല്ലുകയും ചെയ്തു. അതീവ സന്തുഷ്ടപതിയായിട്ടുള്ള ഭഗവതി ഇത് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുവാനും അവരോട് അത് ജപിക്കുവാൻ പ്രേരിപ്പിക്കുവാനും പറയുകയാണ്. ഇത് കൃത്യമായി തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗത്ത് ദേവി തന്നെ പറയുന്നുണ്ട്. എന്താണോ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും ദേവി സന്തുഷ്ടയായി, എന്താണ് ആ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്, എങ്ങനെയുള്ള വരമാണ് കൊടുക്കുന്നതെന്നും അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഏതൊരു ഭക്തനാണോ ഈ സഹസ്രനാമങ്ങളെ ചൊല്ലുന്നത് അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായിരിക്കും. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ സാധിച്ചു കൊടുക്കും. ശ്രീചക്രത്തിൽ എന്നെ അർച്ചിച്ച് പഞ്ചദശാക്ഷരി മഹാമന്ത്രം ജപിച്ച് എൻ്റെ സന്തോഷത്തിനായി സഹസ്രനാമം ജപിക്കണം. എൻ്റെ പ്രീതിയാൽ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിക്കും, സംശയമില്ല. അതുകൊണ്ട് ആദരവോടുകൂടി നിങ്ങളെല്ലാവരും ഇത് ജപിക്കുക. ഇതിൽ നിന്നും ലളിതാദേവിയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കാം എന്നുള്ളത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗത്തും ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിലും കൃത്യമായി തന്നെ 2 ഒരിടത്ത് ദേവി തന്നെ നേരിട്ടും രണ്ടാമതൊരിടത്ത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യമുനിയോട് പറയുന്നതായിട്ടും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിസ്സംശയം പറയാം, എല്ലാ ഭക്തജനങ്ങൾക്കും ലളിതാ സഹസ്രനാമം ജപിക്കാം, അതിൻ്റെ ഫലം കൃത്യമായി അനുഭവിക്കാം, ഭഗവതിയുടെ കാരുണ്യത്തിന് പാത്രീഭൂതരാകാം. നമസ്കാരം.